സൗത്ത് വിഷൻ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡുകൾ വിതരണം ചെയ്തു. കൊല്ലം ജില്ലയിൽ സൗത്ത് വിഷൻ, കേരള വിഷൻ ഉപയോക്താക്കളായ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. കൊല്ലം ജില്ലയിൽ സൗത്ത് വിഷൻ, കേരള വിഷൻ ഉപയോക്താക്കളായ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡുകൾ വിതരണം ചെയ്തത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു അവാർഡുകൾ സമ്മാനിച്ചത്. മന്ത്രി PC വിഷ്ണുനാഥ് സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡുകൾ വിതരണം ചെയ്തു. നമ്മുടെ കുട്ടികളുടെ മുമ്പിലുള്ളത് സാധ്യതകളുടെ വലിയ വിശാലമായൊരു ലോകമാണ്. അവിടെ ഒന്നും മാത്രം മതി: കഠിനാധ്വാനം, നിശ്ചയദാർഢ്യം, ആത്മവിശ്വാസം. ഇത് മൂന്നുമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. രക്ഷകർത്താക്കളോടും എനിക്ക് ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. കുട്ടികളുടെ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഒരു കരിയറിലേക്ക് വിടുക. നമ്മുടെ ആഗ്രഹങ്ങളിലെ, നമ്മുടെ സാധിക്കാതെ പോയ ആഗ്രഹങ്ങളെ ഒന്നും കുട്ടികളുടെ ഉപരിപഠനത്തിൻ്റെതിലേക്ക് കൊണ്ട് കൊഴിക്കരുത്. എനിക്ക് ഇന്നതാകണമെന്ന് ആഗ്രഹമായിരുന്നു, നടന്നില്ല, അതിന് ഞാൻ എൻ്റെ മോനിൽ കൂടി യാഥാർത്ഥ്യമാണ്. കുട്ടിക്ക് എന്താണ് താല്പര്യം, അവർ ഇഷ്ടപ്പെട്ടതല്ല ലോകം. അപ്പം അതുകൊണ്ട് അവരുടെ താല്പര്യം ഏതാണെന്ന് നോക്കുക. അവർക്ക് സൗണ്ട് എഞ്ചിനീയർ ആകാനാണോ ആഗ്രഹം, അങ്ങോട്ട് പോട്ടെ. സൗത്ത് വിഷൻ ചെയർമാൻ ബിനു പി അധ്യക്ഷത വഹിച്ചു. COA കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് എസ് പിള്ള സ്വാഗതം പറഞ്ഞു. COA എന്ന് പറയുന്ന സംഘടന അതിന് ഈ ഒരു ബിസിനസ്സിന് നല്ലൊരു മോഡലും മാതൃകയൊക്കെ നൽകി KCCL എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി. നമുക്കറിയാം, ഇന്ന് കേബിൾ TV-യുടെ നമ്മുടെ ചാനലും ഒക്കെ വരുന്ന, ഡിജിറ്റലും മറ്റുമൊക്കെ വരുന്നത് 35 ലക്ഷത്തോളം ഭവനങ്ങളിൽ ഞങ്ങൾ ഈ നേരിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല തുച്ഛമായ ചാർജിലൊക്കെയാണ് ഈ പറയുന്ന ചാനലുകൾ എത്തിച്ചൊക്കെ പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഞങ്ങളുടെ ഏതാണ്ട് ഒരു 10 വർഷം മുമ്പുള്ള ഒരു പ്രവർത്തനമായിരുന്നത് എങ്കിൽ പോലും, എന്നാൽ ഇപ്പോൾ KBBL എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഏതാണ്ട് ഇൻ്റർനെറ്റ് രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം. കാര്യം നമുക്കറിയാം, നേരത്തെ കോവിഡും ഒക്കെ വന്ന സമയങ്ങളിൽ വലിയ രീതിയിൽ ആ കണക്ഷനുകളൊക്കെ, കാര്യം നമ്മൾ ഈ 4000-ഓളം ഓപ്പറേറ്റർമാരുണ്ടായിട്ട് ആ രീതിയിലൊക്കെ ആ കണക്ടിവിറ്റി മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് ഏതാണ്ട് അന്നത്തെ കാലത്ത് ഏതാണ്ട് 10,000-ഓളം ഫ്രീ കണക്ഷനുകൾ വരെ നമുക്ക് KCCL എന്ന് പറഞ്ഞ KBBL എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സൗത്ത് വിഷൻ MD ബിനു ശിവദാസ് ആമുഖ പ്രസംഗം നടത്തി. ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ചിന്നൂസ് ജുവലേഴ്സ് നമ്മളെ സ്പോൺസർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ചേനല്ലൂർ മാർബിൾസ് നമ്മളെ സ്പോൺസർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ നമ്മളെപ്പോഴും എന്താ ചിന്തിക്കുന്നത്, കൊല്ലം ജില്ലയിലെ വൻകിട കോർപ്പറേറ്റ് വലിയ വലിയ സ്ഥാപനങ്ങൾ നോക്കിയാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ ഇപ്പം മുന്നോട്ട് വെക്കുന്നത് നിരവധി ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന, അതിനൊപ്പം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഭീകരത. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കളിൽ ഒരുപാട് പേര് സാധാരണ കച്ചവടക്കാരുണ്ട്, വ്യത്യസ്തമായ രീതികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ആ ജോലിയിടങ്ങളും ആ കച്ചവട മേഖലകളും വലിയ തരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത്, നമ്മൾ വീണ്ടും പഴയതിലേക്ക് തന്നെ തിരിച്ചു പോകണം. നമ്മുടെ നാട്ടിലെ കച്ചവട സ്ഥാപനങ്ങളെയും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. കൊല്ലം നഗരസഭാ ചെയർമാൻ AK ഹഫീസ്, ജീവകാരുണ്യ പ്രവർത്തകൻ മെഹർ ഖാൻ ചേന്നല്ലൂർ, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത, ചിന്നൂസ് ജുവലേഴ്സ് മാനേജിംഗ് പാർട്ണർ അബ്ദുൾ റസാഖ് EF, COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ, കേരള വിഷൻ ടൂറിസം മാനേജിംഗ് ഡയറക്ടർ ജ്യോതികുമാർ VS എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. COA കൊല്ലം ജില്ലാ പ്രസിഡന്റ് മുരളീകൃഷ്ണൻ M, ABCL ആലപ്പുഴ മാനേജിംഗ് ഡയറക്ടർ ഷിബു S, മീഡിയ പ്ലസ് തിരുവനന്തപുരം മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് VI, സൗത്ത് വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ കുര്യാക്കോസ് വൈദ്യർ, താജു ഗോപാൽ GS, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കലയം, ലുലു K, COA തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കമാൽകുട്ടി, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സജിത് രാജ്, കൊല്ലം ജില്ലാ ട്രഷറർ സുനിൽ C എന്നിവർ ആശംസകൾ നേർന്നു. സൗത്ത് വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ബാബു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.